യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന, അനുഗ്രഹിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും വചന ശുശ്രൂഷയിലേക്ക്, സൗഖ്യപ്രാർത്ഥനയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താവ് നിന്റെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ്. കുടുംബജീവിതത്തെ, മക്കളെ, ബിസിനസ്സിനെ, ജോലിയെ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അനുഗ്രഹം സമൃദ്ധമായിട്ട് ചൊരിയപ്പെടാൻ പോവുക. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിന്റെ 25-26 വചനങ്ങൾ. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. ദൈവം പുതിയ നിയമത്തിൽ തന്റെ രക്തത്താൽ തന്റെ മക്കളോട് ഒരു ഉടമ്പടി ചെയ്തു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉടമ്പടി യേശുവിന്റെ രക്തം കൊണ്ടുള്ള ഉടമ്പടിയാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടിയുടെ സന്തതികളാണ്. ഒരു ഉടമ്പടി ദൈവമായിട്ട് ദൈവം നമ്മളോട് ഒരു ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്താൽ ഉടമ്പടി നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതരാവും. ഭൂമിയിലെ എല്ലാ സന്തതികളും അനുഗ്രഹീതരാകും. അബ്രാഹത്തിലൂടെ ദൈവം ഒരുക്കിയ വലിയ അനുഗ്രഹത്തിന്റെ ആ ഒരു സ്രോതസ് ഇങ്ങനെ ദൈവമക്കളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതരാവും. ദൈവം തന്റെ ദാസനെ ഉയർപ്പിച്ച് ആദ്യം ഞങ്ങളുടെ അടുക്കലേക്കാണ് നിയോഗിച്ച് അയച്ചത്. ദൈവം തന്റെ ദാസനായ യേശുക്രിസ്തുവിനെ മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ചു. അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. നിങ്ങൾ ഓരോരുത്തരും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു അത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അത്. ആ ദുഷ്ടതയുടെ വഴികള് പാപത്തിന്റെയും മ്ലേച്ഛ പ്രവൃത്തികളുടെയും അനീതിയുടെയും അധർമ്മത്തിന്റെയും വഴികൾ വിട്ടുപേക്ഷിക്കണം. അപ്പോൾ നീയും നിന്റെ കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദുഷ്ടത ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് വന്നാൽ നീയും നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന വചനത്തില് നമുക്ക് ദൈവം വാക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുടുംബങ്ങള് അല്ലെ മക്കള് തലമുറകള് അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ കുടുംബത്തില് അനീതി ഉണ്ടോ? അധർമ്മങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ? പാവപ്പെട്ടവരുടെ കണ്ണുനീര് നിലവിളി നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വസ്തുവിൽ നിന്ന് ഉയർത്തിട്ടുണ്ടോ? ദരിദ്രരെ നമ്മൾ പീഡിപ്പിച്ചിട്ടുണ്ടോ?
മറ്റുള്ളവരെ നമ്മൾ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഈ അധർമ്മത്തിന്റെ ഫലങ്ങള് പല കുടുംബങ്ങളിലും കിടക്കുകയാണ്. ഈ ദുഷ്ടതയുടെ പ്രവൃത്തികൾ മൂലമാ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാത്തത്. അതുകൊണ്ട് കർത്താവിലേക്ക് തിരിച്ചു വരിക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുക. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. അനുഗ്രഹം ദൈവമക്കളുടെ അവകാശമാണ്. പക്ഷേ നീ നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്റെ കുടുംബത്തിൽ സംഭവിച്ച അധർമ്മത്തിൻ്റെയും പാപത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും വഴികൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക, അനുദപിക്കുക, ഒന്നടങ്കം ദൈവസന്നിധിയിൽ നിലവിളിക്കുക. കർത്താവ് വീണ്ടും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കും. സുഭാഷിതങ്ങൾ 28:20 പറയുന്നു, വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തൻ, ദൈവത്തോട് വിശ്വസ്തനായിരിക്കുന്നവൻ, ദൈവത്തിന്റെ വചനത്തോട് വിശ്വസ്തനായിരിക്കുന്നവൻ, കുടുംബ ജീവിതത്തിൽ വിശ്വസ്തൻ, ശുശ്രൂഷ ജീവിതത്തിൽ വിശ്വസ്തൻ, ജോലിയിൽ വിശ്വസ്തൻ. നിന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നീ വിശ്വസ്തനാണോ? സമൃദ്ധമായിട്ട് ദൈവം നിന്നെയും നിന്റെ മക്കളെയും തലമുറയെ അനുഗ്രഹിക്കും. വിശ്വസ്തൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടും. വലിയ സമൃദ്ധി, അനുഗ്രഹത്തിന്റെ സമൃദ്ധി, നന്മയുടെ സമൃദ്ധി നിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ചൊരിയും. നീ വിശ്വസ്തനായിരിക്കണം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഹല്ലേലൂയ. എത്രയോ ചെറിയ നിലയിൽ ബിസിനസ് ചെയ്തവര്, സത്യസന്ധയോടെ ചെയ്തവര് വലിയ ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. വളരെ തുച്ഛമായ ശമ്പളത്തില് ജോലി ചെയ്യുന്നൊരു വ്യക്തി വിദേശത്താണ്. ആ മകന്റെ പിതാവ് എന്നോട് പറഞ്ഞതാണ്, ജോലി കയറുമ്പോൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്, ചെറിയ സാലറി ജോലി തുടങ്ങി. പക്ഷെ ഇവൻ കഠിനാധ്വാനിയാണ്, വിശ്വസ്തനാണ്, നന്നായിട്ട് സത്യസന്ധമായിട്ട് അക്കൗണ്ടന്റാണ്, നന്നായിട്ട് ജോലി ചെയ്യും, ഒരു കള്ളത്തരവുമില്ല, ആത്മാർത്ഥ പണിയെടുക്കും. അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഈ മകന്റെ സത്യസന്ധ ആത്മാർത്ഥയും കണ്ടിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ അടുത്ത നാളിൽ വീണ്ടും ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു. കാരണം അതുപോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും, സത്യസന്ധമായിട്ട്. അപ്പൊ ചെറിയ നിലയിൽ തുടങ്ങിയ ഒരു ജോലി വിശ്വസ്തയോടെ ചെയ്തപ്പോൾ ആ മകന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരിക. അവൻ നമ്മുടെ ജോലി വേലകള് അല്ലെ തൊഴിൽ മേഖലകൾ എന്തുമാവട്ടെ, അവിടെ നമ്മൾ വിശ്വസ്തരായിരിക്കണം. കുടുംബ ജീവിതത്തില് വിശ്വസ്തരായിരിക്കണം. നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരിക്കലും അവിശ്വസ്തതയുടെ വഴി തേടി പോകാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസ്തരായിട്ടുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കും. യാക്കോബ് 1-ാം അധ്യായത്തിന്റെ 25-ാമത്തെ തിരുവചനം, കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാം. നിന്റെ പ്രവൃത്തികളിൽ അവൻ നിന്നെ അനുഗ്രഹീതനാക്കും. കേട്ടത് മറക്കുന്നവനല്ല, ദൈവത്തിന്റെ വചനം കേട്ടിട്ട് മറക്കുന്നവനല്ല, കേട്ടത് അനുസരിക്കുന്നവൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവൻ, അതിനുവേണ്ടി വില കൊടുക്കുന്നവൻ, അവനാണ് അനുഗ്രഹീതനാകുന്നത്. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ. ആ സ്വാതന്ത്ര്യം ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യമാണ്. സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാം. കേട്ടത് മറക്കരുത്. ദൈവത്തിന്റെ വചനം, ദൈവിക കാര്യങ്ങള് ഹൃദയത്തില് സംഗ്രഹിച്ച് അതനുസരിച്ച് ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കുക. വചനം പറയുന്നു,
തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. നിന്റെ സകല പ്രവൃത്തികളിലും കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ജോലി മേഖല, ബിസിനസ് മേഖല, സാമ്പത്തിക മേഖല, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിലെ കാര്യങ്ങൾ, എന്തുമാവട്ടെ, എല്ലാ മേഖലകളിലും അനുഗ്രഹം ചൊരിയുന്നവനാണ് ദൈവം. പക്ഷെ നീ കേട്ടത് മറക്കരുത്. ദൈവത്തിന്റെ വചനം പാലിക്കണം. വചനമനുസരിച്ച് ജീവിച്ചോ, നീയും നിന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഉറപ്പാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു വഴി സകല അനുഗ്രഹങ്ങളും നിനക്കുണ്ട്. യേശുവിന്റെ നാമത്തെ വിളിക്കുന്ന മുഴുവൻ പേരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ജീവിതത്തിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. തല താഴ്ത്തി മറ്റുടെ മുൻപിൽ അപമാനം ഏറ്റുവാങ്ങി നിൽക്കേണ്ടി വരത്തില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങത്തില്ല. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. അനുഗ്രഹിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ എല്ലാ ദുഷ്ടതകളും ഉപേക്ഷിച്ച് നീ കർത്താവിലേക്ക് വരിക. ഹല്ലേലൂയ. അതാ ദൈവം ആവശ്യപ്പെടുന്നത്. എല്ലാ ദുഷ്ടതയുടെ വഴികളും വിട്ടുപേക്ഷിച്ച് തിരിച്ചു വന്നാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. സുഭാഷിതങ്ങൾ 10:22. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവ് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കും. സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവര്, നേരായ പാതയിൽ അധ്വാനിച്ച് സമ്പാദിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തും. അതിൽ കർത്താവ് ദുഃഖം കലർത്തത്തില്ല. നിന്റെ സമ്പത്ത് നിനക്ക് സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായിട്ട് മാറും. കർത്താവ് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നവൻ തന്നെയാണ്. കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് സമ്പത്ത് നൽകുന്നു. സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അനീതിയുടെ മാർഗങ്ങളിൽ കൈക്കൂലി, കള്ളക്കടത്ത്, കരിഞ്ചന്ത, ബ്ലേഡ് പലിശയ്ക്ക് പണം കൊടുക്കുക, തട്ടിപ്പ്, അങ്ങനെ പല വിധത്തിൽ പണം സമ്പാദിക്കുന്ന ധാരാളം പേരുണ്ട്. ആ പണസമ്പാദനം അത് പിന്നീട് അത് നാശത്തിന് കാരണമായിട്ട് മാറും. അതൊന്നും നിലനിൽക്കുന്ന വഴികളേ അല്ല. മരിച്ചുപോയ ഒരു വ്യക്തി, അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്ന കാലത്ത് കൈക്കൂലി മേടിക്കാറ്, നന്നായിട്ട് മദ്യപിക്കുകയും ചെയ്യും. മദ്യപിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു വാക്കിതാണ്, ഞാൻ എൻ്റെ ശമ്പളം കൊണ്ടല്ല മദ്യപിക്കുന്നത്, കൈക്കൂലി വാങ്ങുന്ന പണം കൊണ്ട് മാത്രമേ ഞാൻ മദ്യപിക്കാറുള്ളൂ. മദ്യപാനത്തെ ന്യായീകരിക്കുക. കൈക്കൂലി വാങ്ങുന്നതിൽ അദ്ദേഹത്തിന് ഒരു മടിയില്ല. കൈക്കൂലി വാങ്ങുന്നു, കൂട്ടുകാർ കൂടുന്നു, മദ്യപിക്കുന്നു, അല്ലെ അങ്ങനെ ഒരു ജീവിതം. അവസാനം കരളിലൊക്കെ രോഗം ബാധിച്ചൊക്കെ ആൾ മരിച്ചും പോയി. ജീവിതത്തിൽ തെറ്റായ ചിന്താഗതികളും ആശയങ്ങളുമാണ്. വചനത്തിന് വിരുദ്ധമായിട്ടാണ് ജീവിക്കുന്നത്. കർത്താവ് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുന്നവനാണ്, ഉയർത്തുന്നവനാണ്. സമ്പത്ത് നേരിന്റെ വഴിയിൽ നമ്മൾ സമ്പാദിക്കണം. അങ്ങനെ സമ്പാദിക്കുകയും ദശാംശം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതാ നീ അധ്വാനിക്കുന്ന വഴിയെല്ലാം കർത്താവ് കൂടുതൽ ഉയർച്ച നൽകിക്കൊണ്ടിരിക്കും. കർത്താവ് അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹം തന്നെയാണ്. സുഭാഷിതങ്ങൾ 11-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വചനങ്ങൾ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഉടനീളം എത്രയോ വചനങ്ങളാണ് അനുഗ്രഹത്തിന്റെ വചനങ്ങൾ. അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ആ വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. ദുഷ്ടതയുടെ വഴികള്, തിന്മയുടെ മാർഗങ്ങൾ നീ വിട്ടുപേക്ഷിച്ചു, അനുഗ്രഹം വാരിക്കോരി കർത്താവ് നൽകും. സുഭാഷിതങ്ങൾ 11, 24, 25. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാരമായിട്ട് കൊടുത്തിട്ടും ഒരുവൻ ധനികനാവുകയാണ്. അവന്റെ സമ്പത്ത് വർദ്ധിക്കുക. അവൻ ഉദാരമായിട്ട് കൊടുക്കാനായിട്ടൊരു മടിയില്ല. കാരണം സമ്പത്ത്
ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് സമ്പത്ത് തരുന്നതിന് വേണ്ടിയാണ്. ദൂർത്തടിച്ചും മദ്യപിച്ചും അല്ലെ ആഡംബരത്തിനും അങ്ങനെയല്ല തിന്മയുടെ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും വേണ്ടി മുടക്കാനല്ല സമ്പത്ത് തരുന്നത്. അത് സൂക്ഷ്മമായിട്ട് നമ്മൾ വിനിയോഗിക്കണം. മദ്യപാനം, പുകവലി, വെറിക്കൂത്ത്, മോശമായ കാര്യങ്ങൾ, ചൂതുകളി, ചീട്ടുകളി, പണം ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. അത് ദൈവത്തിന് ഹിതകരമല്ല ഇക്കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ സമ്പത്ത് നശിച്ചു പോകും. ഇവിടെ ഇതാ ഉദാരമായിട്ട് ദാനം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ സമ്പന്നനാവുകയാണ്. കൂടുതൽ കൂടുതൽ സാമ്പത്തിക മേൽ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. സുഭാഷിതങ്ങൾ 11:25. ഉദാരമായി ദാനം ചെയ്യുന്നവന് സമ്പന്നനാകും. ഉദാരമായിട്ട് കൊടുക്കണം. ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക്. നിന്റെ അടുക്ക ഒരു സഹായം ചോദിച്ചു വരുന്ന ഒരു ദരിദ്രന്റെ നേരെ നീ കണ്ണടയ്ക്കരുത്, കൊടുക്കണം. അപ്പോൾ നിന്റെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തികം വരെ ഉയർച്ചുണ്ടാവും. നിന്റെ മക്കൾക്ക് നല്ല ജോലി കിട്ടും. അവരുടെ ജോലിയിൽ സമ്പത്തുണ്ടാവും. അല്ലെ ബിസിനസ്സിൽ ഉയർച്ച ഒക്കെ ദൈവം തരുന്നവരാണ്. അനീതിയുടെ വഴികള് നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം പണം ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് അന്ന് ഇങ്ങനെ അടിപൊളിയാക്കിട്ട് ജീവിച്ചു. പക്ഷെ ഇപ്പോൾ എല്ലാം തകർന്ന് വെറും ടാപ്പിങ്ങാനായിട്ടാണ് ജീവിക്കുന്നത്. സമ്പത്തെല്ലാം നശിച്ചുപോയി. പല വിധത്തിൽ തകർച്ച വന്നു. എല്ലാം നശിച്ചുപോയി. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ചെറിയ പലിശയ്ക്ക് പണം മേടിച്ചു. എന്നിട്ട് ഈ പണം ഇങ്ങനെ പലിശക്ക് കൊടുക്കുന്ന വേറൊരു വ്യക്തിക്ക് വലിയ പലിശക്ക് കൊടുത്തു. ആ വലിയ പലിശക്ക് എടുത്ത വ്യക്തി കുറച്ചാൾ പലിശ കൊടുത്തു. പിന്നീട് ആ വ്യക്തി സാമ്പത്തികമായിട്ട് തകർന്നു. അങ്ങനെ വലിയ തകർച്ചയിലായ ഒരു വ്യക്തി ഉണ്ടോ. അനീതിയുടെ വഴികളെ പണം പലിശ കൊടുത്ത് അങ്ങയുടെ ജീവിതം അതൊന്നും ശരിയാവത്തില്ല. ദൈവം അതൊരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. പണം പലിശക്ക് കടം കൊടുക്കാത്തവൻ ഭാഗ്യവാൻ. സംഘത്തിന് 15 പറയുന്നുണ്ട്, പണം പലിശക്ക് കൊടുക്കരുത്, അങ്ങനെ പണം സമാധാന വഴിക്ക് ഇറങ്ങരുത്. ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 10-ാം അധ്യായത്തിന്റെ 6 പറയുന്നു, നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. നീതിമാന്മാര് ആരാണ്? നീതിമാൻ അനീതി ചെയ്യാത്തവനാണ് നീതിമാൻ. ദരിദ്രരോട് കരുണ കാണിക്കുന്നവനാണ് നീതിമാൻ. സ്വന്തം ജീവിത പങ്കാളിയോടും മക്കളോടും കരുണ കാണിക്കുന്ന, സ്നേഹിക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു പിതാവാണ് നീതിമാൻ. ഔസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഔസേപ്പ് നീതിമാനായിരുന്നു. നമ്മിലൂടെ ദൈവത്തിൻ്റെ നീതി നമ്മുടെ കുടുംബത്തിലും സഹോദരങ്ങളിലും അല്ലെ മറ്റുള്ളവരിലേക്ക് ഒഴുകണം. നീതി എല്ലാവരോടും നമുക്ക് നീതി കാണിക്കാൻ പറ്റണം. ആരെയും ചവിട്ടുമെതിക്കുന്ന അനീതി നമ്മൾ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ ഓരോ കുടുംബത്തിൻ്റെയും നാഥന്മാര് ചിന്തിക്കണം, നീതിപൂർവമാണ് പ്രവർത്തിക്കുന്നത്. കുടുംബത്തിലുള്ളവരോട്, മാതാപിതാക്കളോട്, ബന്ധുക്കളോട് എല്ലാവരോടും നീതിയായിട്ടാണോ ചെയ്യുന്നത്? ജോലിസ്ഥലത്ത് നീതിയാണോ ചെയ്യുന്നത്? ജോലിസ്ഥലത്ത് ചില ജോലിസ്ഥലത്തെ ഉദ്യോഗസ്ഥർ, നല്ല പൊസിഷനുള്ള ഉദ്യോഗസ്ഥന്മാര് പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യത്തില്ല. സമ്പന്നന്മാർ എന്നാൽ അവർക്ക് സീറ്റുണ്ട്, എല്ലാ കാര്യം. അതൊന്നും ഒരു നീതിയല്ല. ദരിദ്രരോട് കരുണ കാണിക്കുന്ന ദൈവനീതി, പാവങ്ങൾക്ക് ഉദാരമായിട്ട് കൊടുക്കുന്ന ദൈവനീതി, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുവന്റെ ശിരസിൽ അനുഗ്രഹം കുടികൊള്ളും. അവന്റെ തലമുറ 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 അനുഗ്രഹത്താൽ ഉയർച്ച പ്രാപിക്കും. എല്ലായ്പ്പോഴും അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ പ്രകൃതി ക്ഷോഭിച്ചാലും എന്ത് സംഭവിച്ചാലും കർത്താവിൻ്റെ ഒരു സംരക്ഷണം നീതി ചെയ്യുന്ന കുടുംബങ്ങൾക്ക് കർത്താവ് കൊടുത്തിരിക്കും. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് 8-ാം അധ്യായം 17-18 വചനങ്ങൾ.
എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുന്നവനെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ജാഗരൂകതയോടെ ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോകണം. അപ്പോൾ എന്താണ്? സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്, അത് ഞാൻ തരും. എന്തൊക്കെ അതിന്? സമ്പത്ത് തരും. സാമ്പത്തിക മേഖലയിൽ കർത്താവ് അനുഗ്രഹിക്കുക, സമ്പത്ത് വരും. ബഹുമാനം, സമൂഹത്തിൽ നിന്റെ മാന്യത കർത്താവ് വർദ്ധിപ്പിക്കും. മറ്റുള്ളവർ നിന്നെ മാനിക്കും, ബഹുമാനിക്കും. നിലനിൽക്കുന്ന ധനം നിനക്ക് ഞാൻ തരും. നിലനിൽക്കുന്ന ധനം, അതായത് നശിച്ചു പോകാത്ത ധനം. അത് ഞാൻ പറയുന്നു ആത്മീയ കൃപാവരങ്ങൾ, ആത്മാവിന് അഭിഷേകം, നിലനിൽക്കുന്ന ഒരു ധനം, നശിച്ചു പോകാത്ത ആത്മീയ കൃപാവരങ്ങൾ തരും. തീരുന്നില്ല. ഐശ്വര്യം, ഉയർച്ച, അഭിവൃദ്ധി, നന്മകളെല്ലാം കർത്താവ് നിനക്കും നിന്റെ കുടുംബത്തിനും നൽകിക്കൊണ്ടേ ഇരിക്കും. 21-ാമത്തെ വചനം, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സമ്പന്നരാക്കി, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഞാൻ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കുറവുമില്ലാതെ കർത്താവ് അവരെ പരിപാലിക്കുന്നു എന്ന അതിൻ്റെ അർത്ഥം. ഒന്നിനും കുറവുണ്ടാകത്തില്ല. തക്ക സമയത്ത് അവർക്ക് വേണ്ടതെല്ലാം കർത്താവ് കൊടുത്തുകൊണ്ടേയിരിക്കും. നീതിമാനായിരിക്കുക, നീതിപൂർവം എല്ലാവരോടും പെരുമാറുക, ബാക്കിയെല്ലാം കർത്താവ് നിനക്ക് തരും. വചനം പറയുന്നുണ്ട്, മത്തായി 6:33, ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാം എന്ന് പറയുമ്പോൾ നിനക്ക് വേണ്ടതല്ല, സമ്പത്ത്, ആരോഗ്യം, മക്കൾ, കുടുംബം, ബിസിനസ്, അല്ല ജോലി, നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്തരും. ആദ്യം നീ ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം, നീതിമാനായിരിക്കണം. ദൈവരാജ്യത്തിലെ നിയമങ്ങൾ നീ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, വചനം അനുസരിക്കണം. നിനക്ക് വേണ്ടതെല്ലാം അവൻ കൂട്ടിച്ചേർത്ത് തരും. ദുഷ്ടതയുടെയും തിന്മയുടെയും പാപവഴികളും ഉപേക്ഷിച്ച് നീ തിരിച്ചു വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കാൻ കർത്താവ് നിന്നെ കാത്തിരിക്കുന്നു. ഉയർത്തുന്നിട്ട് യേശു നിന്നെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. വരിക, കർത്താവിലേക്ക് വരിക. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വചനം കേട്ട മക്കളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദുഷ്ടതയുടെയും തിന്മയുടെയും വഴികൾ ഉപേക്ഷിക്കാൻ അവർക്ക് കൃപ കൊടുക്കണമേ. നീതിപൂർവ്വം ജീവിക്കാൻ കൃപ കൊടുക്കണമേ. വിശ്വസ്തയോടെ ജീവിക്കാൻ കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. സാമ്പത്തിക കടബാധകൾ യേശുനാമത്തിൽ മാറിപ്പോവട്ടെ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക തകർച്ചകൾ വിട്ടുമാറട്ടെ. സമ്പത്തിന്മേൽ പിശാച് വെച്ച കരം യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. അന്ധകാരത്തിൻ്റെ ആധിപത്യങ്ങൾ തകരട്ടെ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ, കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ വിട്ടുമാറട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. വിവാഹ തടസ്സം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാവട്ടെ. മാനസിക രോഗികളെ സൗഖ്യമാവട്ടെ. ഊട്ടിസം വായിച്ച കുഞ്ഞുങ്ങളെ സൗഖ്യം പറയട്ടെ. അനുഗ്രഹം ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.